ഇന്ന് കുറച്ച് വലിയ ചെമ്മീനെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഇന്നത്തെ പരിപാടി ഇത് ചെമ്മീൻ പേരൊന്നുമില്ല ഗൈസ്, നിങ്ങളിട്ട പേര്. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈസ്റ്റേൻ്റെ ഇല്ലേ ഫിഷ് ഫ്രൈ മസാല പൗഡറാണ്. കുറച്ച് ഫിഷ് മസാല പൗഡർ ചേർത്ത്, പിന്നെ ഉപയോഗിക്കുന്നത് കുറച്ച് ഹിമാലയൻ സാൾട്ട്, കുറച്ചല്ല നിങ്ങൾക്ക് ആവശ്യത്തിന് പാകത്തിന് കിട്ടും. അതിനുശേഷം നല്ല കുറച്ച് ഇളക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ചെറുനാരങ്ങ നല്ലോണം പിഴിയുക. 1 2 3 ഇത്ര ചെറുനാരങ്ങ വേണ്ടി ഒരു കഷ്ണം എടുത്തിന് കേട്ടോ. എന്നിട്ട് നല്ലോണം പിഴിഞ്ഞതിന് ശേഷം ഒന്ന് മിക്സാക്കുക ഗൈസ്, നല്ലോണം മിക്സാക്കി വെക്കുക. അതിനുശേഷം ഇതുപോലെ പ്ലേറ്റിൽ വെക്കുക. നല്ല വലിയ ചെമ്മീനെ കണ്ട, അത്ര വലിയ. അതിന് ചെമ്മീൻ്റെ വേസ്റ്റ് മാത്രം കളഞ്ഞിട്ടുള്ളൂ കേട്ടോ, വേറൊന്നുമില്ല. തലയുണ്ട്, വാലുണ്ട്, മീശയുണ്ട്, എല്ലാം ഉണ്ട്. അതിന് മുകളിൽ നല്ല കോക്കനട്ട്, പ്യുവർ കോക്കനട്ടിൽ സ്പ്രേ ചെയ്ത് വെച്ചിട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് ഗൈസ്. അങ്ങനെ ഉച്ചയ്ക്ക് തിരിച്ചു വന്നപ്പോഴല്ല നല്ല മസാല പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ പൊരിക്കണം. നല്ല പ്യൂർ കോക്കനട്ട് ഓയിൽ നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുക്കി പൊരിക്കല്ല ഗൈസ്, ഇതിൽ തവ ഫ്രൈ ചെയ്യാണ്. അതിനകത്ത് നല്ല ഫ്രഷായ കുറച്ച് കറിവേപ്പില എടുക്കുക. അതിൻ്റെ മുകളിൽ ചെമ്മീനെ ഓരോന്നായി കിടത്തി ഉറക്കി കൊടുക്കുക. നമ്മൾ എണ്ണ കൂടുതൽ ഉപയോഗിക്കുന്നില്ല, കുറച്ച് എണ്ണ ഉപയോഗിക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും കുറച്ച് മുകളിൽ കോക്കനട്ട് ഓയിൽ സ്പ്രേ ചെയ്യും. അങ്ങനെ ഒരു 10 മിനിറ്റ് ചെറിയ തീയിൽ ഇങ്ങനെ മൂടി വെച്ച് വേവിക്കുക, പൊരിക്കുക. അതിനുശേഷം തുറന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, മെല്ലെ ഇങ്ങനെ തിരിച്ചിടുകയാണ് ഗൈസ്. ഒന്നും സംഭവിച്ചിട്ട, ഒന്ന് ചുരുണ്ട് പോയിട്ടുണ്ട്, അത് ഉറങ്ങിയതായിരിക്കില്ല. അതിനുശേഷം വീണ്ടും നമ്മൾ കോക്കനട്ട്, നമുക്ക് വളരെ ഈസി ആയിട്ട് ഇതിനെ തിരിച്ചിടാൻ പറ്റും. അതിനുശേഷം നമ്മൾ വീണ്ടും കോക്കനട്ട് ഓയിൽ സ്പ്രേ ചെയ്യും. അതിന് വീണ്ടും മൂടി വെക്കുക ഒരു 10 മിനിറ്റ്. ഇതാണ് ഗൈസ് കുതിരശക്തിയുള്ള നമ്മുടെ മുതിര ചോറ് എന്ന് പറയുന്നത്. വൈറ്റ് റൈസിലേക്ക് മുതിരയും ചോറാണ് ഇന്നത്തെ നമ്മളെ കോമ്പിനേഷൻ. ഇതാണ് ഇന്ന് നമ്മുടെ ചെമ്മീൻ്റെ കൂടെയുള്ള കോമ്പിനേഷൻ. പിന്നെ നമ്മൾ കുറച്ച് സലാഡെല്ലാം കട്ട് ചെയ്യുന്നുണ്ട്, ക്യാപ്സിക്കം ഉണ്ട്, അപ്പോൾ അതേപോലെ തന്നെ ക്യാരറ്റ്, കുക്കമ്പർ, അങ്ങനെ എല്ലാം റെഡിയായി ഗൈസ്. ഇതാണ് നമ്മുടെ ഇന്നത്തെ മുതിര കഞ്ഞിയും ചെമ്മീൻ തവ പേരറിയാത്ത ഒരു ഫ്രൈയും. ഇന്ന് നമ്മളെ ഇതിൻ്റെ കൂടെ സലാഡുണ്ട്, അച്ചാറുണ്ട്, അപ്പോൾ അതേപോലെ തന്നെ എല്ലാം ഉണ്ട് ഗൈസ്. എങ്ങനെയുണ്ട് നമ്മുടെ ഫുഡ്? ബിസ്മില്ലാ. മുതിരക്കഞ്ഞും നല്ല ജ്യൂസിയായ ചെമ്മീനും തൊലി അടക്കോട്ട. ബിസ്മില്ലാ. ഇത് രാവിലെ മസാല ഇട്ട് വെച്ചാൽ ഭയങ്കര മസാല ഒരു പ്രശ്നം വേറെ ലെവലാണ് ടേസ്റ്റ്. അപ്പം മാമനോടൊന്നും തോന്നരുത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവർക്കും ബൈ ബൈ, സീ യു.